CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ തുടരുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ ചർച്ച തുടരുകയാണ്. യോഗത്തിന്റെ ആദ്യ ദിവസം 38 പേർ ചർച്ചയിൽ സംസാരിച്ചു. കേരളത്തിൽ നിളമരം കരീം, തോമസ് ഐസക്, KK ശൈലജ, PK ശ്രീമതി, P രാജീവ്, KN ബാലഗോപാൽ, ജോൺ ബ്രിട്ടാസ് എന്നിവരാണ് സംസാരിച്ചത്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, ചർച്ച എങ്ങനെ പുരോഗമിക്കും? നിലവിൽ PB യോഗത്തിലുണ്ടായിട്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇതിൽ പ്രാഥമികമായിട്ടുള്ള രീതിയിലുള്ള ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇതിനുശേഷം കേരളത്തിൽ നടക്കമുള്ള നേതാക്കൾ ചർച്ചയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ട ചില വിമർശനങ്ങളും ആരോപണങ്ങളും കൂടി കേരളത്തിൽ നടക്കമുള്ള നേതാക്കളുടെ ഭാഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറെ പ്രധാനപ്പെട്ടത് ഈ തോൽവിക്ക് കാരണമായിട്ടുള്ളത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ പാളിച്ചകൾ ആണ് എന്നുള്ളതാണ്. നേരത്തെ PB തയ്യാറാക്കിയിട്ടുള്ള കേരളത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ അത് പരാമർശിച്ചതെങ്കിലും PB അത് അംഗീകരിക്കുന്ന ഒരു നിലപാട് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം തിരുത്തിയിട്ടുള്ള ഒരു PB ആണ് ഇപ്പോൾ ഈ PB ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉണ്ടായിട്ടുള്ള ചർച്ചയിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും വിമർശനങ്ങളും ഉണ്ടായിട്ടുള്ളത്. തോമസ് ഐസക്, അതോടൊപ്പം തന്നെ KK ശൈലജ അടക്കമുള്ള നേതാക്കൾ ഈ വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ പാർട്ടിക്ക് വലിയ തോതിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ നിന്ന് വോട്ട് പൂർണ്ണമായും ചോർന്നു എന്നുള്ള വിലയിരുത്തലിലേക്ക് കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നിരവധി വിമർശനങ്ങളോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഈ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നത്. കേരളത്തിനൊപ്പം മറ്റു സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്തായാലും ഈ അവലോകന യോഗത്തിന് ശേഷം കൃത്യമായി തന്നെ ഈ തിരുത്തൽ രേഖയിലേക്ക് ചർച്ച നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തിരുത്തൽ രേഖത്തിൽ ചർച്ച നടന്ന ശേഷം അത് അംഗീകരിക്കുകയും പിന്നീട് അത് നടപ്പാക്കുകയും ചെയ്യും. അപ്പോൾ പോലും ഈ തിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അത് സാധാരണക്കാരായിട്ടുള്ള ആളുകളിലേക്ക് എത്തിക്കാൻ കൃത്യമായി പാർട്ടി നേതൃത്വം ഇടപെടണമെന്നുള്ളൊരു ആവശ്യം കേരളത്തിൽ നടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി നേതാക്കൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ യോഗം ആരംഭിക്കുകയാണ്. നാളെ കൂടിയും ഈ യോഗം പുരോഗമിക്കുകയും ചെയ്യും. ഇതിനുശേഷമായിരിക്കും ഈ യോഗത്തിലെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തോൽവിയുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്ന തരത്തിലേക്ക് നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിൽ വ്യക്തമാകുന്നത്.